ഹായ്, എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ. ധാരാളം പേരെന്നെ ഫോണിൽ വിളിച്ചും മെസ്സേജ് അയച്ചും എന്നോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നമ്മുടെ ചാനലിന് പറ്റിയത്? ഡെയിലി ഡാഷ് മലയാളം ചാനൽ നിർത്തിയോ? വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ, എന്താണ് പ്രശ്നം എന്ന രീതിയിൽ പലരും സ്നേഹാന്വേഷണങ്ങൾ നടത്തുന്നതായി മനസ്സിലായി. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോൾ നാട്ടിലാണുള്ളത്. എൻ്റെ വലത് കണ്ണിന് ചില പ്രശ്നങ്ങളുണ്ടായപ്പോൾ അടിയന്തരമായി ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഞാൻ നാട്ടിലേക്ക് വന്നത്. സ്വാഭാവികമായും നമ്മൾ നാട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന തിരക്കുകൾ, വിശ്രമം, ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മറ്റു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്നത് കൊണ്ടും അത്തരം തിരക്കുകളുടെ ഭാഗമായതുകൊണ്ടുമാണ് എനിക്ക് പ്രോപ്പറായി വീഡിയോസ് ഒന്നും ചെയ്യാൻ കഴിയാത്തത്. അല്ലാതെ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത് എൻ്റെ ശത്രുക്കളോടാണ്. എന്നെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും മെസ്സേജ് അയച്ച് ഇതിൽ നിന്നൊക്കെ പിന്മാറണമെന്നും ഇത്തരം വീഡിയോസുകൾ ഇനി ചെയ്യാൻ പാടില്ല എന്ന വിധത്തിൽ എന്നെ ഭീഷണിപ്പെടുത്തിയ ചില ആളുകളുണ്ട്. അതിൽ ഭൂരിഭാഗം പേരും ലിയാഖത്ത് അലിയുടെയും ആരിഫ് ഹുസൈൻ്റെയും നുസ്രത്ത് ജഹാൻ്റെയൊക്കെ ചാവേറുകളാണ്, അവരുടെ ആരാധകരാണ്. അത്തരക്കാരോട് ഞാൻ പ്രത്യേകമായി പറയുന്നു, ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 9 മാസമേ ആകുന്നുള്ളൂ. ഞാൻ ഇത്തരത്തിലൊരു ചാനൽ തുടങ്ങാനുള്ള കാരണം സാമ്പത്തികം ലക്ഷ്യം വെച്ചിട്ടല്ല. ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അത്യാവശ്യം ശമ്പളമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ക്യാഷ് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം നിലവിൽ എനിക്കില്ല. ഞാനിങ്ങനൊരു ചാനൽ തുടങ്ങാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അതെൻ്റെ ബ്ലഡിൻ്റെ പ്രശ്നമാണ്. എൻ്റെ ബ്ലഡ് എൻ്റെ വാപ്പയുടെ ബ്ലഡാണല്ലോ. എൻ്റെ വാപ്പ വളരെ ചെറുപ്പത്തിൽ, എനിക്ക് 4 or 5 വയസ്സുള്ളപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോയതാണ്. പിൽക്കാലത്ത് വളർന്ന് വലുതായ സമയത്ത് എൻ്റെ വാപ്പയുടെ സുഹൃത്തുക്കൾ, എൻ്റെ നാട്ടിലെ പല പൗരപ്രമുഖരും എൻ്റെ വാപ്പയുടെ ബാല്യകാല സുഹൃത്തുക്കളാണ്. അവരിൽ നിന്നൊക്കെ എൻ്റെ വാപ്പയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുകയുണ്ടായി. അവരൊക്കെ എന്നോട് പങ്കുവെച്ചത്, നിൻ്റെ വാപ്പ, നിൻ്റെ ഉപ്പ ജീവിച്ചിരുന്ന കാലത്ത് നാട്ടിൽ നടക്കുന്ന ഏത് അഴിമതിക്കെതിരെയും അനീതിക്കെതിരെയും ശക്തമായി പ്രതികരിക്കുന്ന ഒരാളായിരുന്നു. പ്രത്യേകിച്ച് മനുഷ്യരുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ, അതിൽ മതമോ ജാതിയോ നിറമോ ഭാഷയോ ഏതെങ്കിലും പ്രത്യയശാസ്ത്രങ്ങളോ ഒന്നും നോക്കാതെ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ ധൈര്യം കാണിച്ചിരുന്ന, അസാധാരണമായ ധൈര്യം കാണിച്ചിരുന്ന ഒരാളായിരുന്നു. അതോടൊപ്പം തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അതെല്ലാം സ്വന്തം പ്രശ്നമായി കരുതി ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള അസാമാന്യ ധൈര്യം നിൻ്റെ വാപ്പ പലപ്പോഴും പ്രകടിപ്പിച്ചിരുന്നു എന്നൊക്കെ എൻ്റെ വാപ്പയുടെ സുഹൃത്തുക്കൾ പറയുമ്പോൾ എനിക്കതിൽ വലിയ അഭിമാനവും സന്തോഷവുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വാപ്പയുടെ ബ്ലഡാണ് എൻ്റെ ഞരമ്പുകളിലൂടെ ഓടുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ ബ്ലഡിൻ്റെ ഗുണം ഞാനും കാണിക്കുമെന്നുള്ളത് അതൊരു പാരമ്പര്യമാണല്ലോ. അതുകൊണ്ട് എന്നെ ഭീഷണിപ്പെടുത്താനും ഏതെങ്കിലും തരത്തിൽ എൻ്റെ വായടപ്പിക്കാനും നിരന്തരം എന്നെ ഫോണിൽ വിളിച്ചും മെസ്സേജ് അയച്ചും ഭീഷണിപ്പെടുത്തുന്ന ഭീരുക്കളോടായിട്ട് എനിക്ക് പറയാനുള്ളത്, അത്തരത്തിലുള്ള നിങ്ങളുടെ ഭീഷണികൾക്കോ വെല്ലുവിളികൾക്കോ മുമ്പിൽ കീഴടങ്ങുന്ന ഒരാളല്ല, അത്തരം ബ്ലഡ് ഞരമ്പിലൂടെ ഓടുന്ന ആളല്ല ഞാനെന്ന കാര്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. അത്തരത്തിൽ എന്നെ ഭീഷണിപ്പെടുത്തുകയും ഞാൻ ചാനൽ നിർത്തി ഭയപ്പെട്ടൊരു ഭീരുവിനെ പോലെ ഓടി ഒളിച്ചു എന്ന് പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവരോടായി എനിക്ക് പറയാനുള്ളത്, അതൊക്കെ നിങ്ങളുടെ വെറും മോഹങ്ങൾ മാത്രമാണ്, നിങ്ങൾ കാണുന്ന പാഴ്ക്കിനാവുകൾ മാത്രമാണ്. നിങ്ങൾക്കെതിരെ ഞാൻ ചെയ്ത വീഡിയോസുകൾ ഇനിയും തുടരുക തന്നെ ചെയ്യും. സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കാൻ, മനുഷ്യരെ മതത്തിൻ്റെ പേരിലോ നിറത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ മറ്റേതെങ്കിലും തരത്തിൽ വിഭജിക്കാൻ ശ്രമിക്കുന്ന ആരെയും തുറന്നു കാണിക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമാണ്. അത് ചിലപ്പോൾ നിങ്ങളെ ഫോണിൽ വിളിച്ചിട്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കാരെ ബന്ധപ്പെട്ടിട്ടാവാം, അതുമല്ലെങ്കിൽ നേരിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് വേണമെങ്കിൽ പോലും അത്തരത്തിലുള്ള ആളുകളെ തുറന്നു കാണിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല, ഒരു ഭയവുമില്ല. അത്തരം ആളുകളെ പേടിച്ചോടുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി പൊതുവായി എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാൻ ഈ ചാനൽ തുടങ്ങി നമ്മുടെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇത്തരം ക്ഷുദ്രജീവികളെ തുറന്നു കാണിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഭീഷണികൾ വരാൻ തുടങ്ങിയത്. അത്തരം ഭീഷണികളിൽ ചിലതൊക്കെ വീഡിയോസായി ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചിട്ടുണ്ട്. പങ്കുവെക്കാത്ത പല ഭീഷണി ഫോൺ കോളുകളും മെസ്സേജുകളും ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഇത്തരത്തിൽ എനിക്ക് ഭീഷണികൾ വരാൻ തുടങ്ങിയപ്പോഴാണ് ആ സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. എൻ്റെ വഴി ശരിയായ വഴിയാണ്. ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ പലർക്കും ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട്. പലരെയും പൊളിച്ചു കാണിക്കുമ്പോൾ, പലരെയും തുറന്നു കാണിക്കുമ്പോൾ, അവരുടെ യഥാർത്ഥ മുഖം ജനങ്ങൾ മനസ്സിലാക്കുമ്പോൾ അവരതിൽ വലിയ അസ്വസ്ഥരാണ്. അത്തരത്തിൽ അസ്വസ്ഥരാവുന്നവരാണ് എനിക്കെതിരെ ഭീഷണിയുമായി രംഗത്ത് വരുന്നതും എന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കുത്തിത്തിരിപ്പ് ശ്രമങ്ങളുമൊക്കെയായി എനിക്ക് പിന്നാലെ കൂടിയിരിക്കുന്നത്. അത്തരം ആളുകളെ ഭയപ്പെട്ട് ഡെയിലി ഡാഷ് മലയാളം എന്ന യൂട്യൂബ് ചാനൽ നിർത്താനോ ചാനൽ പൂട്ടിക്കെട്ടാനോ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം ഞാൻ വീണ്ടും വീണ്ടും അത്തരക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചാനൽ തുടങ്ങുമ്പോൾ എൻ്റെ ഒരു നെയ്യത്ത്, എൻ്റെ ഒരു ഉദ്ദേശം,
ഞാൻ അവതരിപ്പിക്കുന്ന, ഞാൻ പങ്കുവെക്കുന്ന കണ്ടൻറ്റുകൾ കണ്ടിട്ട് ജനങ്ങൾക്കതിനോട് താല്പര്യം തോന്നുകയാണെങ്കിൽ, അവർക്കിതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന്, പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് എനിക്കൊരു പിന്തുണ കിട്ടുമെന്നുള്ള പ്രതീക്ഷ എനിക്ക് അന്നേ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ്, ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ ഇത്തരം വിഷയങ്ങളുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് വന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഖത്തറിൽ നിന്നും ഒരു സഹോദരൻ എന്നെ ഫോണിൽ വിളിച്ച് ഈ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്ക് ആ യാഥാർത്ഥ്യം മനസ്സിലാവുകയും ചെയ്തു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഹസൻ ഭായി, നിങ്ങൾ പറയുന്ന പല വിഷയങ്ങളും ഞങ്ങളുടെ മനസ്സിലുള്ള വിഷയങ്ങൾ തന്നെയാണ്. എന്നെപ്പോലുള്ളവരുടെ വായിലൂടെ വാക്കുകളായി അത് പുറത്തേക്ക് വരുന്നില്ല എന്നേ ഉള്ളൂ. നിങ്ങൾ പറയുന്ന വാക്കുകൾ, നിങ്ങൾ പങ്കുവെക്കുന്ന ആശയങ്ങളൊക്കെ ഞങ്ങളുടെ മനസ്സിലുള്ളവയാണ്. അത് നിങ്ങൾ സത്യസന്ധമായി അവതരിപ്പിക്കുമ്പോൾ, അത് പങ്കുവെക്കുമ്പോൾ നിങ്ങളെപ്പോലെയുള്ളവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ് എന്ന് അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ ശരിക്കും എനിക്ക് സന്തോഷം തോന്നി. അത്തരത്തിൽ നിങ്ങളിൽ പലരും എന്നെ സപ്പോർട്ട് ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തിൽ തുടർന്നും പലതരത്തിലുള്ള വിഷയങ്ങളുമായി, വീഡിയോസുകളുമായി എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും എന്നെ ഇത്രയും നാളും ഇതുവരെയും സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക.